അപ്പോൾ അന്ന് മുതലേ എങ്ങനെയാണ് ജീവിതം? ഈ ഇടയ്ക്ക് ഗാന്ധി ഭവനിലേക്ക് പോയോ? കുറച്ച് ഗാന്ധി ഭവനിൽ ഞാൻ ഇടയ്ക്കൊരു അനാഥത്വം ഫീൽ ചെയ്തു. കാര്യം ഇവിടെ ഒരു സുരക്ഷിതമല്ലെന്നൊരു തോന്നുന്നുണ്ട്. ഈ വലിയശാലയിൽ വലിയശാലയിൽ എന്താ സുരക്ഷിതമല്ല? ഒറ്റയ്ക്കുള്ള ജീവിതം സിനിമയിലായിരുന്നോ ആ സമയത്തൊക്കെ? കുറവാണ്. ഈ ക്യാൻസർ ആയതിനു ശേഷം സിനിമ പാടയം കുറഞ്ഞല്ലോ. ഇനി ക്യാൻസറായി ഇയാളെ എന്തിനാണ് വിളിക്കുന്നത്? അയാൾ പരിക്കോ ചത്തുപോയാൽ ഇങ്ങനെ ഒരു ധാരണ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ പറയും, എങ്ങനെ സംശയിക്കുന്നവരുടെ ഇഡലി എന്നിട്ട് ഞാൻ പോകത്തുള്ളൂ എന്ന് പറയും. ഞാനെക്കുറിച്ച് നല്ല ധൈര്യമാണ്. അങ്ങനെ ഞാൻ കവിതയൊക്കെ എഴുതിയുള്ളൂ. ഞാൻ നാളെ ഒറ്റപ്പെട്ടു വരാൻ എന്ത് ചെയ്യണമെന്ന് ഒരു വൈറലായ ഒരു കവിതയൊക്കെ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു തോന്നലുണ്ടായപ്പോൾ ഞാൻ കുറച്ച് നാൾ അവിടെ പോയി. അവിടെയായിട്ട് ഞാൻ നല്ല ബന്ധമാണ് ഗാന്ധി ഭവനുമായിട്ട്. അവിടെ കുറച്ച് നാൾ കിടന്നപ്പം എനിക്ക് തോന്നി അതൊരു അതെ. അവിടുത്തെ ജീവിതം എങ്ങനെയായിരുന്നു? അവിടുത്തെ നമുക്ക് തന്നെ ചെയ്യാമല്ലോ, അല്ല ആരോഗ്യ പ്രശ്നമൊന്നും ഇല്ലായിരുന്നില്ല. ഒന്നുമില്ല. അല്ല, അവിടെ എനിക്കൊരു മുറി തന്നവർ, തുളസീസ് റൂം എന്നും പറയുന്ന റൂമൊക്കെ തന്ന്, ജനാർദ്ദനേട്ടൻ്റെ സഹോദരി അവിടെ ഉണ്ട്, ആ സമയത്ത് പാലാ തങ്കമുണ്ട്. അങ്ങനെ ഒരു പ്രസിദ്ധരായ ഒരു MLA ഒക്കെ ഒന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ ജയചന്ദ്രൻ്റെ പിതാവ്. അതെ. അവിടെ ചെന്നപ്പോൾ നമ്മൾ ഓരോ ഞാനിലെ സെലിബ്രിറ്റി ആയിരുന്നു അറിയപ്പെടുന്ന ഒരാളാണ്. ഞാൻ ഇച്ചിരി തമാശയൊക്കെ പറയുന്നുണ്ട്. എല്ലാവരുമായിട്ടൊക്കെ നല്ല അടുപ്പത്തിലേ. അവിടെ ഓരോ കഥകളും കേൾക്കുമ്പോൾ ഞാനിവിടെ കിടക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് ആലോചിക്കും. ഇവരൊക്കെ അല്ലേ കിടക്കേണ്ടത് എന്ന് തോന്നുന്നുണ്ടായി. നിങ്ങളെന്തിനാണ് ഇവിടെ വന്ന് കിടക്കുന്നത്? നിങ്ങൾക്ക് കാശുണ്ടല്ലോ, എന്നാൽ ഭരതധാരണയൊക്കെ ശരി, എനിക്ക് പെൻഷൻ കിട്ടുന്നുണ്ട്, വേറെ സ്വത്തൊന്നുമില്ല, ഒരു വീടുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ 0 ആയിരിക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ 0 ആയിട്ടിരിക്കുക, ഇപ്പം അത് നല്ല സുഖം. അതിൻ്റെ സുഖം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കും.